എല്ലാവർക്കും നമസ്കാരം. വിജയസ് വേഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാങ്ങ അച്ചാറാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമുള്ള വെളുത്തുള്ളി 2 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 20 അല്ലി വെളുത്തുള്ളി ഞാൻ കീറി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ 2 മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് എങ്ങനെയാണ് തയ്യാറാക്കണം എന്ന് നമുക്ക് കത്തിച്ച് ഒരു കടായി വെച്ച് കൊടുക്കാം. അപ്പോൾ പ്രധാനം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇതിലേക്ക് 3 പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിരുന്നു, അതുകൂടെ ഇട്ട് കൊടുക്കാം. നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. മാങ്ങ നീളത്തിൽ അരിഞ്ഞതുകൊണ്ട് നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തു. അപ്പോൾ ഇതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, പിന്നെ ബാക്കിയിടാം. കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട്, ഇവിടെ മരം ഉണ്ട്, അതുകൊണ്ട് കറിവേപ്പിലയ്ക്ക് പഞ്ഞമില്ല. ഞാൻ കടയിൽ നിന്ന് വാങ്ങാറുമില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കറിവേപ്പില ഓടിക്കണമെന്ന് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ കറിവേപ്പിലയ്ക്ക് ഒരു പഞ്ഞമില്ല, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ഇതിന് മാങ്ങയ്ക്ക് ഇഞ്ചി ഒരിക്കലും ഇടരുത്. മാങ്ങയ്ക്ക് ഇഞ്ചി ചേരില്ല. നമ്മൾ നാരങ്ങയ്ക്കാണ് ഇഞ്ചി ഇടേണ്ടത്, പക്ഷേ മാങ്ങയ്ക്ക് ഇടരുത്. മാങ്ങയുടെ ടേസ്റ്റ് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണം മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊന്ന് ചൂടാവാൻ വേകാൻ പാടില്ല. അപ്പോൾ അതിന് ഞാൻ വെള്ളവും ചേർക്കുന്നില്ല. ഇതിനി കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഇതിന് ഉപ്പ് പിടിച്ച് വരുമ്പോൾ ഇതിന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഞാൻ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. സ്റ്റൗ ഓഫ് ആക്കിയാണ്. ഇനി നമ്മൾ ബാക്കി കറിവേപ്പിലയും കൂടെ ഇതിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയാണ്. ഇത് നല്ല തണുത്തതിന് ശേഷം ഭരണിക്കകത്ത് നമുക്ക് ഇടാവുന്നതാണ്. അപ്പം ഞാൻ വിനീഗറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. നമ്മൾ കുറച്ച് കുറച്ചേ ഉള്ളെങ്കിൽ നമുക്ക് 2-3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ഉപയോഗിക്കണമെങ്കിൽ വിനീഗറിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറേ നാൾ വെച്ചിരിക്കണമെങ്കിൽ മാത്രം വിനീഗർ ചേർത്താൽ മതി. ഞാൻ ഇതിൽ വിനീഗർ ചേർത്തിട്ടില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ മാങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഒരു 11:30 അപ്ലോഡ് ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.